മദ്രസയാണെങ്കിലും ദർസാണെങ്കിലും ഏത് വൈജ്ഞാനിക ദീനീ കലാലയമാണെങ്കിലും അതിലൊക്കെ ആകത്തുക ഒരു 3 കാര്യം പഠിക്കലാണ്. 3 കാര്യം പഠിക്കലാണ്. പിന്നെയുള്ളൊക്കെ അതിൻ്റെ വിശദീകരണമാണ്. എവിടുന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, എങ്ങോട്ടാണ് പോണത്. ഇത് പഠിക്കാത്തവൻ പരമവിഡ്ഢിയാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, അന്നാസു സലാസ്, മനുഷ്യന്മാർ 3 വിഭാഗമാണ്. ഒന്ന് ആലിമുൻ റബ്ബാനി, റബ്ബാനിയായ ആലിം. അതിന്റെ വിശദീകരണം നോക്കിയാൽ മനസ്സിലാവും അത് മുഅല്ലിമാണ്. എന്താണ് റബ്ബാനിയായ ആലിം? അല്ലദീ യുറബ്ബി ബിഇൽമിഹി സിഗാർ ഖബ്ല ഇൽമിഹിൽ കിബാർ. വലിയ വലിയ ഇൽമുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഇൽമുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുന്ന ആളാണ് അലിയാരുടെ ഭാഷയിൽ ആലിമു റബ്ബാനി. അതാണ് മനുഷ്യന്മാരിൽ ഒരു വിഭാഗം. വലിയ വലിയ ഇൽമുകളൊന്നും മദ്രസയിൽ കുട്ടികൾക്ക് പറഞ്ഞെടുക്കൂല. കൊച്ചു ചില ഇൽമുകളൊക്കെ വളരെ കനപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. പക്ഷേ അവർക്ക് താങ്ങാൻ കഴിയുന്ന പ്രായത്തിനനുസരിച്ചുകൊണ്ട് അൻസിലിന്നാസ മനാസിലഹും എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഗ്രേഡ്, സ്റ്റാൻഡേർഡ്, ഗ്രാഹ്യശേഷി ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഇൽമുകൾ കൊടുത്ത് കുട്ടികളുടെ റൂഹിനെ, കുട്ടികളെ മനുഷ്യരാക്കുന്ന അധ്യാപകന്മാർ മദ്രസയിലുള്ള മുഅല്ലിമീങ്ങളാണ്. 2 മുതഅല്ലിമാണ്. മൂന്നാമത്തത് അലിയാർ പറയുന്നത് എന്താ, നിങ്ങൾ ഹംജാണ് എന്നാണ്. ഇത് അറബിയിൽ പറഞ്ഞാൽ ഈ ചില മൃഗങ്ങളുടെ ശരീരത്തിൽ പോയിരിക്കുന്ന പാറ്റകൾക്കാണ് പറയാ. പാറ്റകൾ, പ്രാണികൾ. എന്താ അങ്ങനെ പറയാൻ കാരണം? മഹാനവറുകൾ വിശദീകരിക്കാണ്, വഹും അത്ബാഉ കുല്ലി റായിഖ്, ഒച്ച വെക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്നാലെ ഇവരുണ്ടാവും. ഇവർക്ക് സ്വന്തം ഒരു നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും. അവർക്കൊരു നിലപാടൊന്നും ഉണ്ടാവില്ല, സ്വന്തം ഒരു ആദർശ അഭിനിവേശം ഉണ്ടാവില്ല. പ്രാസഭാഷയിൽ ആരെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് ഒച്ച ഉണ്ടാക്കി അവൻ്റെ കൂടെ ഒക്കെ ഇവരുണ്ടാവും. അങ്ങനത്തെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മദ്രസയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൽമ് ഉണ്ടായേ തീരൂ. അതുകൊണ്ട് ഉയർച്ചയുടെ, വളർച്ചയുടെ, അന്തസ്സിന്റെ, യശസ്സിന്റെ, സൗഭാഗ്യമായ സ്ഥായിയായ സ്വഭാവത്തിന്റെ അസാസ്, അതിന്റെ അസ്ഥിവാരം അത് മദ്രസയാണ്. ആ മദ്രസയുടെ ഉദ്ഘാടനമാണ് ഇവിടെ മനോഹരമായി നടന്നത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങളാൽ. ഇത് അള്ളാഹു ഈ നാട്ടിൽ നാൾക്ക് നാൾ അള്ളാഹു ഉയർത്തുകയും വളർത്തുകയും അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ 2 ലോകത്തും നീ രക്ഷ നൽകണേ റബ്ബേ. നിരവധി ആണുങ്ങൾ, അനവധി പെണ്ണുങ്ങൾ വിവിധ ഉദ്ദേശങ്ങളിൽ ധാരാളം സംഭാവന സമർപ്പിച്ചവരാണ്. കുടുംബസമേതം അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ കൊട്ടാരവും പട്ടണവും പകരമായി പാരിതോഷികമായി നിന്റെ ഔദാര്യമായി സദസ്സിൽ വിധിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സിന് പ്രദാനം നൽകണേ അല്ലാഹ്. ആ ദീർഘായുസ് മുഴുവനും നിന്റെ ത്വാഅത്തിലായി, ഖിദ്മത്തിലായി, ദഅവത്തിലായി, ഇബാദത്തിലായി ഇഖ്ലാസോടെ മുന്നേറി അവസാനം ആഖിബത്ത് നന്നായി നല്ല സമയത്ത് സ്വർഗം കൊണ്ട് പുഞ്ചിരിച്ച് പതറാതെ കലിമ സ്ഫുടമായി ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രസന്നവദനായി പടച്ചവനെ പരലോക പൗരത്വം സ്വീകരിക്കാൻ നീ തൗഫീഖ് താ അല്ലാഹ്. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ നാട്ടിലെ പ്രഗത്ഭനായ മുദരിസ് പണ്ഡിതനായ ഇസ്മായിൽ ബാക്കവി വിശദീകരിച്ചതുപോലെ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ തുടങ്ങുന്നത് വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. ഇഖ്റ, വഹീന്റെ ഇറക്കമനുസരിച്ചുകൊണ്ട് പ്രാരംഭം വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. വായിച്ചിട്ടൊരു മനുഷ്യൻ എവിടെ എത്തേണ്ടത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് മുസാഫിന്റെ തുടക്കം. മുസാഫിന്റെ തുടക്കം അതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏത് സമയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ അല്ല. അതുകൊണ്ട് ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ച ഹൈന്ദവ സഹോദരന്മാരെ ഞാൻ സ്നേഹത്തിന്റെ മാരിടത്തിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് എന്റെ പ്രണയത്തിന്റെ ചുംബനം നൽകുകയാണ്. മുസ്ഹഫ് തുറന്നാൽ
പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ, ആദ്യത്തെ വിളംബരം മാനവികതയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് മാനവികതയാണ്. രണ്ടാമത്തേത് മാനവികതയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിലെ അക്ഷരങ്ങൾ പോലും 18 ഒരഭിപ്രായ പ്രകാരം 18,000 ലോകമാണ്. ആ 18,000 ലോകത്തിലേക്ക് സൂചനയാണ് ഇത് 18 അക്ഷരങ്ങളെ കൊണ്ട് അവസാനിപ്പിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 18,000 ലോകങ്ങളിലുള്ള മനുഷ്യരില്ലേ, മലക്കുകളില്ലേ, ഭൂതവിഭാഗമില്ലേ, പക്ഷിപ്പറവകളില്ലേ, ചേതനയുള്ള അചേതനയുള്ള വസ്തുക്കളില്ലേ, അനന്തകോടി താരകങ്ങളില്ലേ, 1500 കോടി കൊല്ലമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജ്യോതിർഗോളമില്ലേ, 7 ആകാശങ്ങളില്ലേ, 7 ഭൂമികളില്ലേ, കടലും കരയും കാടുമില്ലേ, ഇവയിലൊക്കെ ഒതുങ്ങിയിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അനവധി നിരവധി സൃഷ്ടി പ്രതിഭാസങ്ങളില്ലേ. അതിൽ ഉറുമ്പ് മുതൽ ഉടുമ്പ് മുതൽ ആട് മുതൽ ആന മുതൽ കരടി മുതൽ കടുവ മുതൽ സിംഹം മുതൽ പുലി മുതൽ ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത കാട്ടിലെയും നാട്ടിലെയും ജീവികളില്ലേ. മനുഷ്യ വിഭാഗത്തിൽ മുസ്ലിമീങ്ങളില്ലേ, ഹിന്ദു സഹോദരന്മാരില്ലേ, ക്രിസ്ത്യാനികളില്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവരുടെ സകലമാന അനക്ക അടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളെയും ചലന നിശ്ചലനാവസ്ഥകളെയും കൃത്യമായി നിയന്ത്രിക്കുകയും ആവശ്യാനുസരണം അവർക്ക് വെള്ളവും വായുവും വെളിച്ചവും നൽകി ശ്വാസോച്ഛ്വാസം ഫ്രീ ആയി നൽകി അവരെ തീറ്റപ്പോറ്റ് വളർത്തി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ജഗനിയന്താവായ അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ്. ഈ അള്ളാനെ പഠിക്കാനാണ് ദുനിയാവിൽ വന്നത്. നമ്മളെ കരിക്കുല അതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഇരിക്കാത്തതുകൊണ്ട് എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം പ്രസംഗം തീറിപ്പിക്കലാണ്. കാരണം തീറിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാൻ ഞാൻ ഇരിക്കും, ഇരുന്നാലേ എൻ്റെ പ്രസംഗമാവുള്ളൂ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഞാൻ നിർത്തും. അത്ര വരെ നിങ്ങൾ ഇരിക്കൂലേ? ഇപ്പം പിരിയണോ? ഇപ്പം നിർത്തണേ, ഇപ്പം നിർത്താം. എനിക്ക് നല്ല ഈ ചെറിയൊരു രക്ഷയുണ്ട് ഞാൻ. കാരണം ഇന്ന് തന്നെ 3ാമത്തെ പരിപാടിയിലാണ് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിർത്തും. വേണ്ടേ? നിങ്ങളെന്താ ഒന്ന് തൊള്ളോർന്നിട്ട് സംസാരിക്കാത്ത? താലാട്ടി അതിന് ആക്ഷൻ ഭാഷ എന്നാണ് പറയുക. അത് പല അർത്ഥത്തിലും ആക്കാം. അങ്ങനെ ആട്ടിയാൽ ഇജ്ജ് നിർത്തി പോകുന്ന അർത്ഥം വെക്കാം, നിർത്തണ്ടെന്ന് അർത്ഥം വെക്കാം, 2 അർത്ഥം വെക്കാം. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം ഇരിക്കൂലേ മടിയില്ലാതെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ വാതിന് പോയ നാട് സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ അറിയോ? 3-4 കുട്ടികളുള്ള ഒരു തള്ള കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ, അതെന്നെ മുസാഫിൻ്റെ ശത്രുവായ, അത്ര ഞാൻ പറയുന്നുള്ളൂ, ഖുർആന്റെ ശത്രുവായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കുട്ടികളെ വീട്ടിലിട്ടിട്ട് ചാടിപ്പോയിക്കണം. അതിൽ സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്. അവിടേക്ക് അന്നലെ ഞാൻ വേദനമായത്. ഏതാ സ്ഥലം എന്ന് പറയില്ല, കാരണം ലൈവിൽ അവർ കേൾക്കുന്നുണ്ട്. അവരെ നാടിൻ്റെ പേര് പറഞ്ഞ് മോശമാക്കണ്ടെന്ന് എഴുതിയത്. പിന്നെ ഇനിയിപ്പോൾ മോശമാക്കാനൊന്നുമില്ല, നമ്മുടെ നാട് ഇപ്പോൾ മെച്ചൊന്നുമില്ല. ഇത് ദിനം പ്രതി കാട് കയറുകയാണ്. ചിന്തിക്കണേ ചിന്തിക്കണേ. എന്തുകൊണ്ട്? ആനകളെ പോലെ ചവിട്ടിമതിച്ചും പുലികളെ പോലെ കടിച്ചു കയറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ അതാ കുത്തിനോവിച്ചും പെരിച്ചാഴികളെ പോലെ ഉറപ്പൊഴിച്ചും നടക്കുന്ന അലമ്പുകളായി ചവറുകളായി മാപ്പിള മക്കൾ, പ്രത്യേകിച്ച് യൂത്ത് വിഭാഗം നഗരങ്ങളെ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളുടെ കുളം കൊണ്ടുപോയാ അവിടെയാണ് പാണക്കാട്ട് സയ്യിദ് അമീൻ അലി ശിഹാബ് തങ്ങള് ഈ മദ്രസയിൽ ഉദ്ഘാടനം ചെയ്തതെന്ന് മറക്കണ്ട. ഈ ലോകത്ത് ഇൽമിന്റെ മേലെ മറ്റൊന്നുമില്ല. ഈ ലോകത്ത് സമുന്നതമായ സുഹൃതം ഇൽമ പഠിക്കലാണ്. മാമിന്
متعلم يختلف إلى باب العالم إلا كتب الله له بكل قدم عبادة السنة ويمشي على الأرض والأرض تستغفر له. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. രാവിലെ തന്നെ പരിശുദ്ധമായ ഖുർആനും പാഠപുസ്തകങ്ങളുമായി മദ്രസയിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉണർത്തിവിടുന്ന ഉപ്പമാരെ, നിങ്ങളുടെ കുട്ടികൾ വീടുകളിൽ നിന്ന് മദ്രസയിലേക്ക് വരുന്ന സമയത്ത് മുസ്തഫ പറയുകയാണ്, ഓരോ കാൽവെപ്പുകൾക്കും ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മഹ്ശറിൽ രക്ഷപ്പെടാനുള്ള ഇൽമുകളല്ല. ഇന്ന് സ്കൂളിൽ പഠിക്കണം തീർച്ചയായിട്ടോ. കാരണം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്കൂളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നവരല്ല നമ്മളെ പുരോഗമനവാദികളാണ്. നിങ്ങൾ അറിയുമോ, അനാട്ടമി പഠിക്കുന്ന കുട്ടികൾക്കറിയാം അതിന്റെ പിതാവിന്റെ പേര് കേൾക്കുമ്പോൾ വിശ്വാസികൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുകയാ. നമ്മളിതൊന്നും ഒഴിവാക്കിയ ആളുകളൊന്നുമല്ല. സർജറിയുടെ പ്രാരംഭ ആരാ? വായിക്കൂ. പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്നല്ലേണ്ടി വരും. എന്താ? ആരാണ്? ഡോക്ടർ റാസൽ. ആരാണത്? ഇമാം റാസിയെ കുറിച്ചാണ് പറയുന്നത്. ആരാ ഇമാം റാസി? പരിശുദ്ധ ഖുർആനിന് നഖലിയായും അഖലിയായും പ്രൗഢഗംഭീരമായ തഫ്സീർ എഴുതിയ മഹാനാണ്. ഒരു വേള കുറച്ചും കൂടി വായിച്ചാൽ സിമന്റിന്റെ തുടക്കക്കാരൻ തന്നെ റാസി ഇമാമ എന്ന് പറയേണ്ടി വരും. സിമന്റിന്റെ ഈ മദ്രസ നിർമ്മാണത്തിന് ഇത് ആവശ്യം വന്നിട്ടുണ്ടല്ലോ, അതിന്റെ തുടക്കക്കാരൻ ഇമാം റാസി എന്ന് പറയേണ്ടി വരും. കുറച്ച് വായിച്ചു പോയാൽ നമ്മൾ കണ്ടുപിടുത്തത്തിൽ നിന്നും ഗവേഷണത്തിൽ നിന്നൊന്നും പിറകോട്ടല്ല, ഒരിക്കലും അല്ല. പക്ഷേ മർമ്മമാണ് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് വാപ്പന്റെ അധരത്തിലൂടെ കേട്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പടച്ചവനെ പഠിക്കലാണ് മർമ്മോ. മുത്ത് റസൂലുള്ളാഹിനെ പഠിക്കലാ. കാരണം ബാങ്കിൽ പിന്നെയുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം ഉടനടി ഞൊടിയിടയിൽ ഒരു ചെറിയ ക്യാപ്പില്ലാതെ പശ കൊണ്ട് കൂട്ടിച്ചേർത്ത് പ്രഖ്യാപിക്കേണ്ടത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെയും റസൂലിനെയുമാണ്. നൊന്ത് വേദനിച്ച് പ്രസവിച്ച ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ചെറിയ കുട്ടിയുടെ ചെവിട്ടിൽ വാപ്പച്ചി പറഞ്ഞു കൊടുക്കുന്നതെങ്കിലോ പിന്നെ ഈ പൊന്നുമോനെ വിളിക്കുകയാ ഹയ്യാലസ്സലാ. ആ കുട്ടി ആ സമയത്ത് നിസ്കാരത്തിലേക്ക് സടകുടഞ്ഞ് എഴുന്നേൽക്കൂല, സുജൂദ് ചെയ്യൂല, റുകൂ അറിയില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒരു വസ്തുവും അറിയാതെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന പൊന്നുമോന്റെ മുമ്പില് വാപ്പ പറയുകയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറയുകയാണ് ഹയ്യാലസ്സലാ, നിസ്കാരത്തിലേക്ക് വാ മോനെ. പ്രായമായിട്ടില്ല, ഒന്നു കൊടുക്കാൻ അറിയില്ല, പക്ഷെ നിസ്കാരത്തേക്ക് വിളിക്കാണ് വാപ്പ. ഇതിലൊക്കെ പൊരുളുകളില്ലേ? വിളിക്കാൻ പ്രായമാവാത്ത സമയത്ത് നമ്മൾ ഉറക്ക വിളിക്കണ്, പ്രായാലോട്ട് പറയണില്ല. അതാ ഇന്നത്തെ വിരോധാഭാസം. വിളിക്കേണ്ട സമയത്ത് ഇത് വിളിക്കണില്ല, എന്നാൽ വിളിക്കേണ്ടാത്തെന്ന് പറഞ്ഞാൽ വിളിക്കണം. ആ സമയത്ത് വിളിക്കൽ സുന്നത്താണ്. പക്ഷെ ഈ കുട്ടിക്ക് കഴിയാത്ത സമയമാണല്ലോ, എന്നിട്ടും വിളിക്കണ് ഹയ്യാലസ്സലാ. കാരണം എന്താ? ഇതൊരു തുടക്കാണ്. ഇനി വാപ്പ പിന്നാലെ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. വാപ്പ പിന്നാലെ നടന്ന് അല്ലാഹു അക്ബർ പറയണം. വാപ്പ പിന്നാലെ നടന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണമെന്നല്ല, അത് പഠിക്കാനുള്ള സൗകര്യം പൊന്നുമോൻ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അതിന്റെ പേരാണ് മദ്രസ. ഇനി ബാങ്കിൽ എന്താ ഉള്ളത്? അഖീദ, ഫിഖ്ഹ്. ഹയ്യാൽ അസ്സലാ ഫിഖ്ഹിലേക്ക് സൂചനയാണ്. ഹയ്യാൽ അൽ ഫലാ അതാണ് അഖ്ലാഖ്, തസൗഫ് എന്ന് പറയും. ഇത് നാലുമല്ലേ മദ്രസയെ പഠിപ്പിക്കുന്നത്? ബാങ്കിന്റെ വിശദീകരണമല്ലേ? ഈ ഉലകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ സ്ഥാപനം
ഈ മഹലിന്റെ തലച്ചോറ് അത് മദ്രസയാണ്. ഈ മഹലിന്റെ ഹാർട്ട് അത് പള്ളിയാണ്. തലച്ചോറാണ് മദ്രസ. അൽ ഹിക്മത്തുൽ ലാലത്തുൽ മുഅ്മിൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലിക്കേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. النبي حاضر علماء الملقين أن رب العالمين فرضا صلى عليه أن رب العالمين فرضا صلى عليه الله 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 الله. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഇഷ്ടിന്റെ സ്വർണ്ണനൂൽ പാലം ഭാവനാലോകത്ത് പണിതുകൊണ്ട് സലാത്തിന്റെ ചിറകിലേറി മദീന മലർവാടിയുടെ കസ്തൂരി മുന്നിൽ ഭാവനയുടെ ഇഷ്ടിന്റെ നീലാകാശത്തിലൂടെ പാറിപ്പറന്നീ പാതിരാവിനോട് ചാരി നിൽക്കുന്ന സമയത്ത് സുഹൃതഭരിതമാക്കാൻ സൗഭാഗ്യത്തിന്റെ സ്വർഗീയ അനുഭൂതിദായകമായ വേളകളാക്കാൻ മനസ്സിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇഷ്ടിന്റെ രാജനിലേക്ക് സ്വലാത്തിന്റെ ഒരു സലൂട്ട് സമർപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്ന് ജീവനുള്ള സലാത്തലിക്കാണ് എല്ലാവരും കൂടി 3 പ്രാവശ്യം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിച്ചിട്ട് 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് നിങ്ങൾ ഒന്ന് സഹകരിക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുന്നാ വരണേന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞ് അറിയില്ലാന്ന്. അപ്പം ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറിക്കും. കാരണം എന്താ, എവിടുന്നാ വരണേന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എന്ന് അയാൾ പറഞ്ഞാൽ 30% കമ്മിയാന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? അങ്ങനല്ലേ അർത്ഥമല്ലേ? അപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്. അപ്പോഴും നിങ്ങൾ പറയുകയാണ് എനിക്കറിയില്ല പറഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിക്കും. കാരണം 60% ഇല്ല. ഞാൻ 3ാമത് ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പം നിങ്ങൾ കണ്ട് വന്നത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓൻ്റെ അടുത്ത് പിന്നെ നിൽക്കൂല. ഞാൻ വേറെ ആരോടെങ്കിലും പറയും അയാളെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ബസ്സിൻ്റെ അടിയിൽ പെടാൻ സാധ്യതയുണ്ട്, അതിന് തീരെ സുഖമില്ല എന്നാണ്. ഇതിനാണ് യുക്തിവാദികൾ എന്ന് പറയാം. കാരണം എന്താ, ഓർക്ക് നമ്മൾ എവിടുന്നാ വന്നതെന്ന് അറിയില്ല, എവിടേക്കാണ് പോണത് എന്നറിയില്ല, എന്തിനാ വന്നതെന്നും അറിയില്ല. ഈ സദസ്സക്ക് ഈ 3 ചോദ്യം ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവന് പിരാന്തനാണെങ്കിൽ ഇത് ഡബിൾ പിരാന്തനല്ലേ? കാരണം നമ്മൾ ഈ സദസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ദുനിയാവ് മാറിയല്ലോ, ദുനിയാവിലൊരു സൂര്യൻ കറങ്ങണില്ലേ, മേലാപ്പില്ലേ, ഭൂമിയാകുന്ന പരവതാനില്ലേ, ഇവിടെ വായും വെളിച്ചമില്ലേ, മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും പ്രധാനമായത് വായുവാണ്, അത് എല്ലായിടത്തും ഇല്ലേ. പിന്നുള്ളത് വെള്ളമാണ്, അത് ഭൂരിഭാഗം സ്ഥലത്തുമില്ലേ. ഭക്ഷണമാണ്, അത് ഒരുക്കി തന്നില്ലേ. ഇത് ആരാണ് ആദ്യം ഇവിടെ ഒരുക്കിയത്? ഗവൺമെന്റ് ആണോ? ആരും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, ആരാ ഒരുക്കിയത്? അപ്പൊ ഇങ്ങനെ ഒരുക്കൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നത് എന്തിനാണെന്ന് അറിയില്ല. അതൊക്കെ തിന്ന് ജീവിച്ച് മുടുക്ക് കൂട്ടിയിട്ട് ആക്രാന്തം കാട്ടി ആക്രോശമായിട്ട് അങ്ങനെ കഴിയുക. എന്തിനാ അങ്ങോട്ട് വന്നതെന്നുള്ളതിന് മറുപടി കിട്ടണില്ല. ഇനി എങ്ങോട്ടാ പോകുന്നത് എന്ന് മറുപടി ഇല്ല. ആരാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിനും മറുപടി ഇല്ല. ഞാൻ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടന്നു കൂട്ടുക, എന്നിട്ട് ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ട്രെയിനിലാണ്. എൻ്റെ മുമ്പിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. ആ സമയത്ത് ഞാൻ ആ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കോ, എത്ര ഭക്ഷണം മുന്നിൽ വന്നാലും കഴിക്കില്ല. ഞാൻ ആദ്യം ചിന്തിക്കല് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കാര്യം എന്നെ കൊണ്ടുവന്നതെന്ന് ചിന്തിക്കാം. 2ാമത് ഞാൻ ചിന്തിക്കും എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചിന്തിക്കും. 3ാമത് ഞാൻ ചിന്തിക്കും എവിടേക്കാണ് ട്രെയിന് പോണതെന്ന്. ദുനിയാവിൽ വന്നാലേ ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി കിട്ടാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യന്റെ ഉള്ളകം ദാഹിക്കും ഈ 3 ചോദ്യത്തിന് മറുപടി. ഈ 3 ചോദ്യത്തിന് മറുപടി പടച്ചവൻ സൂറത്തുൽ മുഅ്മിനീനിൽ ചെറിയ ഒരു ആയത്ത് കൊണ്ട് ഇതിന് 3നും മറുപടി വന്നു. എന്താ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ആയത്ത്
ആയത്തിനെന്ന് അർത്ഥം വെച്ച് നോക്കൂ. 3 മറുപടി അതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വൃഥാവിലായി വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണ് എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അതിൽ 2 മറുപടിയുണ്ട്. ഇവിടെ വന്നത് കളിക്കാനല്ല, രമിക്കാനല്ല, രുചിക്കാനല്ല, ഭോഗിക്കാനല്ല, നിദ്ര കൊണ്ട് ആണ്ടുപൂണ്ട് കൂർക്കം വലിക്കാനല്ല. ഇവിടെ കടിക്കാനും കഴിക്കാനും കുടിക്കാനും കുളിക്കാനും ചിരിക്കാനും മതിക്കാനും പൊട്ടാനും ആർഭാടത്തിനും വേണ്ടിയല്ല. 2 അതിലുള്ള മറുപടി, അഫഹസിബതും അന്നമാ ഖലഖനാകും, നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ചത്, അപ്പോൾ നമ്മളെ വന്നത് അല്ലാഹുവിൽ നിന്നാണ്, നമ്മുടെ ഖാലിഖ് അല്ലാഹ്. 3ാമത്തെ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നു എന്നതല്ലേ, അതിനും ഈ ആയത്തിൽ മറുപടിയുണ്ട്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഗതികെട്ട പ്രേതം പോലെ കറങ്ങുന്നവരെ, ഖുർആന്റെ വിളിയാളം കേൾക്കാത്തവരെ, ലഹരിയുടെ ഉന്മാദത്തിൽ മതിമറക്കുന്നവരെ, സെക്സ് കൊണ്ട് നൃത്തമാടുന്നവരെ, പലിശണത്തിൽ കുമ്പവീർപ്പിക്കുന്നവരെ, ദുനിയാവിന്റെ വിഭവങ്ങളുടെ വഞ്ചനയിൽ പെട്ടുപോയവരെ, നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണ് നിങ്ങളുടെ ഭാവനാധാരണ. ഞാൻ ആ പറഞ്ഞ 3 ഈ കൊച്ചു ആയത്തിൽ മറുപടിയാണ്. നമ്മൾ വന്നത് ഖാലിഖായ അല്ലാഹുവിൽ നിന്ന്, ഇവിടെ വന്നത് അല്ലാഹനെ അറിഞ്ഞ് ആരാധിക്കാനാ. ഇനി നമ്മൾ പോകുന്നത് പടച്ചവന്റെ കോടതിയിലേക്കാണ്. എങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട കവാടോ അത് ഇൽമാണ്. ഇൽമിന്റെ പ്രധാനപ്പെട്ട കവാടോ അത് മദ്രസയാണ്. അതുകൊണ്ട് എന്നെ കേട്ട ഉമ്മമാരെ, മനോഹരമായ മദ്രസയാണ്. യശസ്സുയർത്തിയിട്ട് ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വലിയ കൊട്ടാരം പോലെയുള്ള കെട്ടിടമാണ്. ഇനി വേണ്ടത് ഇതിന്റെ ഹാളിലേക്ക് നിങ്ങളെ മക്കളെയാണ്. അതിന് ആദ്യമായും ആവർത്തിച്ചും നിങ്ങളോട് പലപ്പോഴായി പറയുന്നത്, ഇവിടെയും പറയുന്നത്, കുട്ടികൾക്ക് ഇൽമു പഠിക്കാനുള്ള ആവശ്യകത ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. സ്കൂളിൽ മക്കൾ പഠിക്കട്ടെ, മക്കളെ കൂട്ടത്തിൽ ഡോക്ടർമാര് വളരട്ടെ, എഞ്ചിനീയർമാര് വളരട്ടെ, മക്കളെ കൂട്ടത്തിൽ സയൻസ് അറിയുന്നവർ ഉയരട്ടെ, മക്കളെ കൂട്ടത്തിൽ പോലീസുകാരും ഉണ്ടാകട്ടെ. പക്ഷേ ഉമ്മ ആരാന്ന് അറിയുന്ന ഡോക്ടറാകണം ഉമ്മ, ബാപ്പ ആരാന്ന് അറിയുന്ന ഡോക്ടറാകണം ബാപ്പ. പെങ്ങളെയോ ജ്യേഷ്ഠനെയും അനിയനെയും തിരിച്ചറിയുന്ന പോലീസുകാരനാവണോ. അയൽവാസി അയ്യപ്പനാണെങ്കിലും അദ്ദേഹം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഉറങ്ങാൻ പാടില്ല എന്ന് തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാകണമെങ്കിൽ അത് MBBS പഠിച്ചിട്ട് കാര്യമില്ല. എത്ര ഭൗതികമായ പഠനങ്ങൾ നടത്തിയാലും ഗവേഷണം നടത്തിയാലും ഭൗതിക കലാലയങ്ങളിൽ തപസ്സിരുന്നാലും ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങലാണ്. കാരണം പരീക്ഷ നടക്കാൻ പോവുകയാണ്. SLC പരീക്ഷയുടെ ആമുഖമായി സ്റ്റഡി ലീവിന്റെ സമയത്ത് പലപ്പോഴും വാലുകൾ വെക്കാറില്ല. ഇനി ആഗ്രഹിച്ചാൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ പെർമിഷൻ കൊടുക്കാറില്ല. കാരണം മക്കളുടെ പഠനത്തിന് ഈ ശബ്ദം പ്രതികൂലമായി ഭവിക്കരുത് എന്ന പേടിയാണ്. നമ്മൾ അതിനോട് സഹകരിക്കുന്നവരും സഹകരിക്കേണ്ടവരുമാണ്. എന്നാൽ ഈ ദുനിയാവ് തന്നെ ഒരു സ്റ്റഡി ലീവാണ് മോനെ. പരീക്ഷ നടക്കുന്നത് ഖബറിലാണ്. പരീക്ഷയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാര് പരീക്ഷാ ഹാളിലേക്ക് കടന്നു വരുന്ന സാധാരണഗതിയിലുള്ള മനുഷ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല. ആ ഉദ്യോഗസ്ഥന്മാര് ഖബറാവുന്ന ഇടുങ്ങിയ ഗേഹത്തിലേക്ക് കടന്നു വരുന്ന, ഭീകരമായ മണ്ണറയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് മുത്ത് മുസ്തഫ പറയുകയാണ്, മലക്കാനി അസ്മദാനി യഖ്രിഖാനിൽ അർള ബിഅന്യാബിഹിമാ വശഊറുൽ ലഹുമാ ശഊറും മസ്ദൂലാ.
വസഹതുഹുമാ കർറഅദിൽ ഖാസിഫി വനഫസുഹുമാ കർറീഹിൽ ആസിഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉം മിൻ ഹദീദ് ലഹു ദുരിബ ബിഹി അലമു ജബലിൽ ലജഅലഹു ദക്കാ ഇന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ പോരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി അസ്സലാമു അലൈക സയ്യിദുൽ അംബിയാഇ അസ്സലാം അലൈക അത്ഖൽ അത്ഖിയാഇ അല്ലാഹു 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 അല്ലാഹ്. ഈ മനോഹരമായ കെട്ടിടത്തിലേക്ക്, കേരമര തോട്ടത്തിന്റെ ഉള്ളിൽ സ്ഥാപിതമായ മനോഹരമായ കെട്ടിടത്തിലേക്ക്, ഈന്തമര തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് സഹായ ഹസ്തങ്ങൾ നീണ്ടിട്ടുണ്ട്. അതിൽ പലരും സദസ്സിൽ പങ്കെടുത്ത് വിരിഞ്ഞതാണ്. അള്ളാന്റെ അവാച്യമായ സഹായം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് തുടർന്നും നിങ്ങൾക്ക് വേണം. എന്നാൽ നമുക്ക് എല്ലാവർക്കും പടച്ചവന്റെ പ്രധാനമായ സഹായം വേണ്ടത് അത് ഇങ്ങനെ ഒരു സദസ്സിൽ ഇന്ന് ഒരുമിച്ച് കൂടി അങ്ങ് പിരിഞ്ഞ് സന്തോഷിക്കലല്ല. ഓ മോനെ മോളെ, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പരിപാടിക്ക് പോയ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടുകാരന് തൊണ്ടക്ക് ക്യാൻസറാ, വീട്ടിലെ ഉമ്മയ്ക്കോ ലിവറിന് ക്യാൻസറാ. വലിയ മുതലാളിയാണ്, തൊണ്ടക്ക് ക്യാൻസറാണ്, സൗണ്ട് വരുന്നില്ല, അദ്ദേഹത്തിന് ശബ്ദം കിട്ടുന്നില്ല. ചോദിച്ചപ്പോൾ തൊണ്ടയിലെ മുഴയാണ്, ക്യാൻസറാണ്. മീന് പുഴുങ്ങി തന്ന ഉമ്മക്ക് ലിവറിന് പഴുപ്പാണ്. പൈസ കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? എത്ര കോടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഖളാ എപ്പോഴാണ് നമുക്കൊക്കെ വരിക നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 4 സ്റ്റേജ് കഴിഞ്ഞാലേ പലപ്പോഴും അറിയുള്ളൂ. അതുവരെ വേള് പറയുണ്ടാവും, വേളിന് വരണുണ്ടാവും, ചാക്ക് പിടിച്ചോർക്കുണ്ടാവും, ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ അടുത്ത് എൻ്റെ പരിചയത്തിലൊരു ഡ്രൈവർ വെറുതെ ഒന്ന് ഡോക്ടറെ പോയി കണ്ടതാണ്, ഒരു കിതപ്പ് കൂടിയപ്പോൾ പോയി കണ്ടതാണ്, ലിവറിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഈ ഒരു 2 ആഴ്ചയിനിടയിൽ എവിടെ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, താടിയില്ല, തലമുടിയില്ല, എല്ലാം പോയ ഒരു കതറുകുപ്പായിട്ട കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സെക്രട്ടറിയുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു കോലം? അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ, അയാൾ വെറുതെ ഡോക്ടറെ എടുത്ത് പോയതാണ്. ഡോക്ടറോട് പറഞ്ഞു ഇന്നും ചെക്കപ്പ് ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ പ്രാഥമിക പരിശോധനയിൽ ഒരു കുഴപ്പം കണ്ടില്ല. അപ്പോൾ ഇയാൾ ഡോക്ടറോട് ഒന്ന് അങ്ങോട്ട് വെച്ചു, എനിക്കൊരു ക്യാൻസർ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാളിന്ന്. നോക്കിയപ്പോൾ ക്യാൻസർ ഉണ്ട്. ആൾ കീം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ അത് പറയണത്? മനുഷ്യന്റെ ജസദും റൂഹും ശോഷിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഫുജിയത്തുൽ മൗത്ത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെന്താ വേണ്ടത്? എപ്പോഴും ഒരു ഒരുക്കം. എന്നാ പിന്നെ ഫുജിയത്തുൽ മൗത്ത് എന്നുള്ള ലഫ്ളിലേ ഉള്ളൂ, അർത്ഥത്തിലില്ല. എപ്പോഴും ഒരുങ്ങിക്കുന്ന ആൾക്ക് പിന്നെ എന്താ ഒരു പെടുന്നതിനുള്ള മരണം. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ വഫാത്തായത്. അതിനിപ്പോ ഫുജിയത്തുൽ മൗത്ത് എന്ന് പേടിപ്പിച്ചൊരു കാര്യമുണ്ടോ? കാരണം ഒരുങ്ങിക്കുന്ന ആൾക്ക് എന്താ ഫുജിയത്ത്? യഥാർത്ഥ മുഅ്മിന് ഫുജിയത്താണെങ്കിലും സമ്മാനാണ്. വിസ കയ്യിലുണ്ട്, പാസ്പോർട്ട് കയ്യിലുണ്ട്, ടിക്കറ്റും കയ്യിലുണ്ട്, ഒരുക്കൊക്കെ പൂർത്തിയാക്കണ്. ഇനി അറബിന്റെ വിളിക്കിങ്ങനെ കാത്തിരിക്കാം. ഓന അറബി പെട്ടെന്ന് ഇങ്ങനെ കയറിക്കൊന്നാണ് അറബി പെട്ടെന്ന് വിളിച്ചെന്ന് പറയോ? ഇല്ല, കാരണം ഒരുങ്ങി നിൽക്കുകയാണ്. നേരെ മറിച്ച് അവർക്ക് അമലും ഇല്ല, പള്ളിയേറ്റ് ബന്ധമില്ല. പെട്ടെന്ന് വന്നാലേ അത് ഞാൻ എപ്പോഴാണെങ്കിലും ഫുജിയത്തുൽ മൗത്ത് തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുക്കം ആവശ്യമാണ്, ഒരുങ്ങേണ്ടതാണ്. ദീർഘമായി ഞാൻ പറയുന്നില്ല, പറയേണ്ടതുമില്ല. കൊണ്ടുപോകാനുള്ളത് ഇൽമും അമലുമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വലിയ മുതലാളി വീട് വാങ്ങി, കൊട്ടാര സദൃശമായ ഒരു വലിയ വീട് വാങ്ങിയിട്ട് അലിയാരോട് പറഞ്ഞു, അലിയേ, എന്റെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ വല്ലതും എഴുതി തരണേ.
അപ്പോൾ അലിയാര് ആ മുതലാളിക്ക് ധനാഢ്യനായ ഇത്തിരി ആഡംബര പ്രേമിയായ മുതലാളിക്ക് ഒരു വരി എഴുതി കൊടുത്തു. ഇന്നൽ ഗനിയ ഇസ്തറാ ഇന്നൽ മയ്യിത്ത ഇസ്തറാ മിനൽ മയ്യിത്ത് ദാറൻ കബീറാ. അലിയാർ എഴുതിയ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാവരും മനസ്സിലേക്ക് തുളഞ്ഞു കയറേണ്ട ചില വാക്കുകളാണ്. അലിയാരുടെ വാക്കാണ്. ഇന്നൽ മയ്യിത്ത, ഒരു മയ്യിത്ത്, ഇസ്തറ ഓ വാങ്ങി, മിനൽ മയ്യിത്തി മറ്റൊരു മയ്യിത്തിൽ നിന്ന്, ദാറൻ ഒരു വീടിനെ വാങ്ങിയെന്ന്. ഒരു മയ്യിത്ത് മറ്റൊരു മയ്യിത്ത് നിന്ന് ഒരു വര വാങ്ങിയെന്ന്. എന്താ പറയണത്? നമ്മളൊക്കെ മയ്യിത്താണ് ഇപ്പൊ തന്നെ. ഇപ്പൊ ചലിക്കണ മയ്യിത്താണ്. ഇനി അസ്രായിൽ വന്നാൽ ചലിക്കാത്ത മയ്യിത്താണ്. ഇന്നക്ക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, ഖുർആനാണ്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കല്ലേ. ഇത്ര നാടിമിടിപ്പ് എന്നൊരു കണക്ക് പഠിച്ചവനുണ്ടാവും. ഇവിടെ തൊട്ടങ്ങനെ ഒരു മിടിപ്പില്ലേ? ഹയാത്ത് എന്നതൊരു ഭവനമാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇഷ്ടിക കല്ലുകളാണ് ഈ മിടിപ്പ്. ഇതിങ്ങനെ കൊഴിഞ്ഞു വീഴാണ്. ഇനി എത്ര വാക്കുണ്ടെന്ന് നമുക്കറിയില്ല. ഓരോരുത്തരുടെ ഹയാത്ത് ഓരോ പോലെയാണ്. അതിന് ഈ മിടിപ്പ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഇഷ്ടികകളാണ്. എത്രണ്ണം കൊഴിഞ്ഞു വീണു, ഇനി എത്രണ്ണം കൊഴിഞ്ഞു വീഴാണ്ട് നമുക്കറിയില്ല. എപ്പോഴാണ് നമ്മുടെ മരണം? ഡേറ്റ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണമൊക്കെ പറയാൻ പോകുന്ന പോലെ മരണത്തിന് ഡേറ്റ് പറഞ്ഞാൽ നല്ല സുഖമാണ്. ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് അടുത്ത വ്യാഴാഴ്ച എൻ്റെ മരണം എല്ലാവരും പറഞ്ഞിട്ടോ. മരിക്കുന്ന സെക്കൻഡ് വരെ നമ്മൾ എപ്പോഴാണ് മരിക്കണമെന്ന് അറിയാത്തത് അള്ളാന്റെ റഹ്മത്താണ്. ഇപ്പൊ അടുത്ത ബുധനാഴ്ച മരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയാൽ അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾ ജീവിക്കൂല. കാരണം അതിൻ്റെ മുന്നേ മരിച്ചു. അപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ട് അടുത്താവും. അള്ളാന്റെ കലാവ് അടുത്ത ബുധനാഴ്ചയാണ്. വിവരം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയാൽ കലാവ് പഠിച്ചോ മാറ്റും. കാരണം എന്താ? നിങ്ങൾ ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ വെള്ളം കുടിക്കൂല, നിങ്ങൾ ഒറ്റ നിപ്പാണെങ്കിൽ അതിൽ തന്നെ അറ്റാക്ക് വന്നു. അപ്പൊ മരണത്തിന്റെ ഡേറ്റ് നമുക്ക് അറിയാതിരുന്നത് ഒരർത്ഥത്തിൽ റഹ്മത്താണ്. പക്ഷെ എപ്പോഴും ആവാം. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത്, ഇന്നൽ മയ്യിത്ത് ഇസ്തറാ മിനൽ മയ്യിത്തി ദാറാ. ഒരു മയ്യിത്ത് മറ്റൊരു മയ്യിത്തിൽ നിന്നൊരു പുര വാങ്ങിയിരിക്കുകയാണ്. ലഹാ അർബഅതു ഹുദൂദ്. ആ വീടിന് 4 അതിർത്തികളുണ്ട്. അൽ അവൽ, ഒന്നാമത്തെ അതിർത്തി അൽ മൗതു, മരണമാണ്. വസാനി, രണ്ടാമത്തെ അതിർത്തി അൽ ഖബറു, ഖബറാണ്. വസാലിതു, മൂന്നാമത്തെ അതിർത്തി അൽ ഹിസാബ്, ഹിസാബാണ്. അർറാബിഉ, നാലാമത്തെ അതിർത്തി അൽ ജന്നത്തു അവിന്നാർ. ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. നിങ്ങൾ കോടാനക്കോടി രൂപയ്ക്ക് കൊട്ടാര സദൃശമായ ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന കൊട്ടാരങ്ങൾ വീടെന്ന പേരിൽ ഉണ്ടാക്കിയാലും ഈ 4 അതിർത്തികൾക്കിടയിലാണ് ആ വീട്ടിൽ ഉറങ്ങുന്നതെന്ന് മറക്കണ്ട പൊന്നേ. ഒരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് മരണമാ, മറ്റൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഖബറാ, വേറൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഹിസാബാ, മറ്റൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ഈ 4ന്റെ ഇടയിലാണ് ഇരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും. ഈ ഇരിക്കണ എല്ലാ മനുഷ്യന്മാരും. ഈ 4 ഇടയിൽ ഇനി തുള്ളാൻ സമയമുണ്ടോ? ഇപ്പുറത്ത് മരണം, അപ്പുറത്ത് കബർ, ഇവിടെ നരകം, അവിടെ ഹിസാബ്, സെന്ററിൽ നമ്മളും. ഇനി അമിതമായി ചിരിക്കാനോ തുള്ളാനോ പറ്റുമോ? ഈ ബോധം കൽബക്ക് കയറണമെങ്കിൽ മദ്രസ വേണം. ഈ ബോധം കൽബ് കയറണമെങ്കിൽ ദർസ് വേണം. ഈ ബോധം കൽബ് കയറണമെങ്കിൽ ഉസ്താമാര് വേണം. ഈ ബോധം കൽബ് കയറ്റുന്നവരാണ് മുഅല്ലിമീങ്ങൾ. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ 4 അതിർത്തികൾക്കുള്ളിലായി നൈമിഷികമായി ജീവിതം നയിക്കുന്നവര് അലിയാര് തുടരട്ടെ. ഈ കാര്യങ്ങൾ അങ്ങ് എഴുതി കൊടുത്തപ്പോ ആഡംബര പ്രേമിയായ ധനാഢ്യന് തുളഞ്ഞ് മനസ്സിന്റെ അകത്തളത്തിലേക്ക് അലിയാരുടെ വാക്കുകളെന്ന് തുളഞ്ഞു കയറിയിട്ട് പരിവർത്തനത്തിന്റെ പടഘ്വന് ഹൃദയാന്തരത്തിൽ മുഴങ്ങിയപ്പോൾ ആ മനുഷ്യനങ്ങ് കരയുകയാണ്. കിട്ടേണ്ട മരുന്നാണ്ട് കിട്ടിയപ്പോ ശരിയായി. കിട്ടാണ്ടാണ് കിട്ടിയപ്പോ ശരിയായി. ആ മനുഷ്യന്റെ കണ്ണെന്ന് കണ്ട് വെള്ളം എടുത്ത്. അപ്പൊ അലിയാര് 2 കവിത വേറെ പാടി. അന്നഫ്സു തബ്കി അലാ ദുനിയാ വഖദ് അലിമത് അന്ന സഅദത ഫീ ഹാതർകു മാ ഫീഹാ. മനുഷ്യന്മാരൊക്കെ ദുനിയാവിന്റെ വ്യാക്കിൽ പായാണ്. ദുനിയാവിന്റെ പിറകിൽ നെട്ടോട്ടോടാണ്, വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ അവർക്ക് അറിയാം, ഉള്ളിലറിയാം
ഈ ദുനിയാവിൽ മിച്ചമായി കിട്ടുന്നത്, മെച്ചമായി കിട്ടുന്നത്, ശേഷിക്കുന്ന സൗഭാഗ്യം ഈ ദുനിയാവിൽ നമ്മൾ കൊടുത്തതും ദുനിയാവിനെ ഒഴിവാക്കിയതും ദുനിയാവിൽ ചെയ്ത അമലമാണെന്നറിയാം. പക്ഷെ അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല, അവർ ഓടുകയാണ്. അലിയാരെ തുടരട്ടെ. ഇത് ഈ പിരിയുന്ന സദസ്സിൽ അവസാനമായി ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തിയിട്ട് പിരിയുകയാണ്. ഒരു മനുഷ്യനും ഒരു വീടില്ല. ബാദൽ മൗതി യസ്കുനുഹാ, സ്വന്തത്തിന് മരണാനന്തരം താമസിക്കാൻ വീട് വേണമെങ്കിൽ മരിച്ചതിന് ശേഷം നാട്ടുകാരുണ്ടാക്കൂല. അമലാകുന്ന ഇഷ്ടിക കൊണ്ട് ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ ഉമ്മ. അമലാകുന്ന ഇഷ്ടിക കൊണ്ട് ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ പെങ്ങളെ. അമലാകുന്ന ഇഷ്ടിക കൊണ്ട് സ്വർഗമാകുന്ന സ്വർഗത്തിൽ താമസിക്കാനുള്ള ഭവനെ ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ. فلا تركنن إلى دنيا وما فيها الموت لا شك يفنينا ويفنيها. അതുകൊണ്ട് ദുന്യാവിന്റെ വിഭവങ്ങളിലേക്ക് അമിതമായി അലച്ചവെക്കണ്ട. കാരണം മരണം എന്നത് ഇവിടെയുള്ള സകലത്തിനെയും നശിപ്പിക്കുന്നതാണ്. അലിയാര് പറഞ്ഞപ്പോൾ ആ മുതലാളി വിതുമ്പി കരയുകയാണ്. അപ്പോൾ അലിയാര് ലോക മനുഷ്യരെ മുഴുവനും രക്ഷപ്പെടുത്താനുള്ള രണ്ട് വരിയും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഈ രണ്ട് വരിക്കും കൂടി ഒന്ന് അർത്ഥം വെക്കട്ടെ. എന്തെങ്കിലും ഉണ്ടാത്തത്? ഈ രണ്ട് വരിക്കും കൂടി ഒന്ന് അർത്ഥം വെക്കട്ടെ. എന്നാ കേട്ടോളിട്ടോ. ഇതേ അർത്ഥം വെച്ച് ഞാൻ പറഞ്ഞാൽ പോരാ, നിങ്ങൾ കേട്ടാലും പോരാ. ഇതിൻ്റെ ഉള്ളിൽ ഒരു സന്ദേശമുണ്ട്. ജീവിതത്തിൽ അധ്വാനിക്കണം എന്നതാണ് ആ സന്ദേശം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അലിയാർ പറയാണ്, അമൽ, അതുകൊണ്ട് പണിയെടുക്കുമോനെ. ലിദാരിന് വദൻ, നാളെ കിട്ടുന്ന ഒരു പുരക്ക് വേണ്ടി അധ്വാനിച്ചോ. ഇന്നത്തെ പുരാന്ന് പറഞ്ഞാൽ സിമന്റ് പൊളിയും, കാലപ്പഴക്കം കൊണ്ട് ചുമര് പൊളിയും, മിന്നൽ തട്ടിയാൽ അതിൻ്റെ മേൽക്കൂര വീഴും, ഇടി തട്ടിയാൽ അതിൻ്റെ മാർബിൾ പൊളിയും. ഇനി ഒന്നുമല്ലെങ്കിൽ അതിന് ഈ മരിച്ചു പോവുകയും ചെയ്യും. ഇല്ലേ? അത് തീരുമാനമായിട്ടില്ലേ? പുരയിന്ന് മരിച്ചു എന്നുള്ള തീരുമാനമായിട്ടില്ലേ? ഇന്നലെ ഞാൻ വലിയൊരു കൊട്ടാരം കണ്ടു. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ വേദനമായ എല്ലാവരും കാണിച്ചാൽ ഓല വീടിൻ്റെ വലിപ്പമാണ്. ഇതൊന്നും നമ്മളെ തലയ്ക്ക് കയറിയിട്ടില്ല. ഇത് ഭക്ഷണം കഴിക്കാനുള്ള റൂം, ഇത് ജ്യൂസ് കുടിക്കാനുള്ള റൂം, ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ള റൂം, ഇത് എല്ലാവരും കൂടി ജമാഅത്തായിട്ട് കഴിക്കാനുള്ള റൂം. അപ്പം ഞാൻ ചോദിച്ചു, നിസ്കരിക്കാനുള്ള റൂമുണ്ടോയെന്ന് വെച്ചാൽ അതൊട്ടില്ലേനും. ജമാഅത്തായിട്ട് തിന്നൽ 27 ഡിഗ്രി കൂലിയിട്ടുണ്ടല്ലോ. അത് കുടുംബ ഭദ്രതയ്ക്ക് നല്ലതാണ്, നല്ല കാര്യം തന്നെയാണ്. എല്ലാവരും കൂടി തിന്നുള്ള നല്ല കാര്യമാണ്. പക്ഷെ ഒറ്റക്ക് തിന്നുന്നതിനേക്കാളും 27 ഡിഗ്രി കൂലിയാണ് ജമാഅത്തായിട്ട് തിന്നുന്നുള്ള ഫിഖയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് എവിടുന്നാണ് ഭക്ഷണം കിട്ടണത് അവിടെ വെച്ചുകൊണ്ട് തിന്നാലോ. പക്ഷെ ജമാഅത്തായിട്ട് അമല് ചെയ്താൽ 27 ഡിഗ്രി കൂലി. അത് നിസ്കാരത്തിനാ, അതിനൊട്ട് സ്ഥലമില്ല. അത് ചോദിച്ചപ്പോ കോണിക്കൂടിൻ്റെ ഉള്ളൊരു മുസല്ല എങ്ങനെ കാണിച്ചു തന്നു. അത് കുറഞ്ഞിട്ട് അവിടെ ഇടലാന്ന് പറഞ്ഞു. പടച്ച തമ്പുരാൻ, ആരാണ് എന്താ പോയി ചെയ്തു കൂട്ടുന്നത്? അപ്പൊ നിസ്കാരം എന്നുള്ള തലേക്ക് കയറിയിട്ടൊന്നുമില്ല. കേരളത്തിന്റെ ഒരു അങ്ങേ അറ്റത്തെ ഒരു സ്ഥലത്ത് വേദനയായപ്പോഴേ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാൽ അവര് വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വിശ്രമിക്കായിരുന്നു. നമ്മളെ വിഷമിക്കാരുത്തപ്പോൾ എനിക്ക് ജമ്മുവും കസറും ആക്കണം. 250 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ ജമ്മാക്കുക കസറാക്കുക അത് 3 മർഹലുണ്ടെങ്കിൽ ഈ കസറാക്കുന്നുള്ള അഫ്ളലാണ് എന്നും കിതാബിലുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ആ റുഖ്സ എടുക്കലാണ്. അപ്പോൾ ഞാൻ ജമ്മുവും കസറാക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ആക്കും വേണം യാത്രയിൽ, അല്ലെങ്കിൽ നിസ്കാരം തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, എന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് വലിയ വീട്ടിലാണ് എത്തിക്കണേ. ഞാൻ ചോദിച്ചു, ഇപ്പൊ മുസല്ല ഒന്ന് ഇട്ടേരോ കിബിലക്ക് നേരെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വല്യമാനോട് ചോദിക്കട്ടെ അറിഞ്ഞ് പൊരക്കാരൻ. കാരണം എനിക്ക് മുസല്ലപ്പ എടുക്കാടുണ്ടെന്ന് അറിയില്ല. എന്നിട്ട് അടി പോയിട്ട് വല്യമാനോട് ചോദിച്ചിട്ടാണ് എനിക്ക് കിബിലക്ക് നേരെ മുസല്ല ഇട്ട് തന്നത്. അപ്പം ഞാൻ ഓനോട് ചോദിച്ചു, ഇയ്യാപ്പം എന്നെ വേദന കൊടുക്കണമെന്ന് ചോദിച്ചു. കാരണം ഓന് സംഘാടക സമിതിയിലെ ആളാ.
അപ്പം എന്നോട് പറഞ്ഞു ഉസ്താദെ അതിനെ അങ്ങനെയല്ല 6 മാസമായിട്ടുള്ളൂ കൂടിയിരുന്നിട്ട് കിബിലൊന്നും അറിയാനായിട്ടില്ല എന്ന്. കൂടിയിരുന്നിട്ട് 6 മാസമായിട്ടുള്ളൂ, നീ പരിപാടിയൊന്നും തുടങ്ങാനായിട്ടില്ല എന്ന്. അതല്ലേ ഇപ്പം അതിനർത്ഥം വരിക. എന്തോ ഒരു കഷ്ടമാണ് സുബ്ഹാനമഞ്ചല്ല. റബീഉൽ അവ്വൽ കണ്ട് വന്നാൽ പിന്നെ നമ്മളെ ചെറുക്കന്മാർ പള്ളിൻ്റെ മുകളിൽ പോവില്ല, ബലൂണും ലൈറ്റും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിസ്കാരം എടുക്കണ്ടാവും, ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറില്ല. ഒക്കെ മുത്തുനബിനോടുള്ള സ്നേഹം, മുത്തുനബിനോടുള്ള സ്നേഹം കൊണ്ട് മിനാരമെന്ന് ഇറങ്ങണില്ല, എന്നാ മീറാബിൻ്റെ അടുത്തേക്ക് പോകണില്ല. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പറഞ്ഞു കൊടുക്കണില്ല. ഒക്കെ ബലൂണിന്റെ കേമത്തിൽ ഇങ്ങനെ സ്വാഗതവും പ്രസംഗവും ജാക്കിടൽ പ്രോഗ്രാമും ദ്വാന്റെ പ്രവാഹവും. എന്നാ നിസ്കരിക്കാത്ത ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ? അത് പറഞ്ഞു കൊടുക്കണില്ല. അള്ളാഹു കാത്തിരി. എവിടേക്കായി സമൂഹത്തിന്റെ ഇന്നത്തെ പോക്കെന്ന് എനിക്കറിയില്ല. ഒരു വിഭാഗം ആളുകൾ നബിദിനെ തന്നെ എതിർക്കുക, മറ്റൊരു വിഭാഗം ആളുകൾ നബിനെ എതിർക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടികൾക്ക് ആവശ്യമില്ല, 2 കൂട്ടരും പറഞ്ഞു കൊടുക്കണം, ആവശ്യമുള്ളതും പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ കുട്ടികളെ തലയിലൊക്കെ ഇഫ്രീത്ത് വളരും, അവർ ദജ്ജാലിന്റെ മൗമിയങ്ങളായി മാറും. ആജയമാരെ മക്കളും പേരക്കുട്ടികളും ദജ്ജാലിന്റെ മൗമിയങ്ങളായി മഹല്ലുകളിൽ മാറും. അങ്ങോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് قصورها ذهب والمسك طينتها وزعفران حشيش نابت فيها. അലീബ്നു അബീ ത്വാലിബ് ഹൃദയത്തിലേക്ക് ചിന്തോദ്ദീപകമായ രത്നസമാന രാജവചനങ്ങൾ കോരിയിടുകയാണ്. വഅമലി പണിയെടുത്ത മോനെ, വിദാരിനൊരു വീടിന് വേണ്ടി വദൻ, അത് ഇന്നത്തെ വീടല്ല, ഇന്നത്തെ വീടിൽ നീ സ്ഥിരമായി താമസിക്കില്ല. ഇത് ക്യാൻസറിന്റെ നാടല്ലേ, ഇത് അറ്റാക്കിന്റെ കൂടല്ലേ, ഇത് സ്ട്രോക്കിന്റെ നഗരമല്ലേ, ഇത് പന്നിപ്പനിയുടെ പക്ഷിപ്പനിയുടെ എലിപ്പനിയുടെ കുരങ്ങുപനിയുടെ ഇത് നിപ്പയുടെ കൊറോണയുടെ ഒമിക്രോണിന്റെ കാലമല്ലേ, ലോകമല്ലേ, നൈമിഷികമായ ഇക്കിളി സ്വപ്ന ജീവിതമല്ലേ, യഥാർത്ഥ ജീവിതം പരലോകത്തിലല്ലേ. ആ പരലോകത്ത് പടച്ചവൻ നൽകുന്ന കൊട്ടാരം അത് പൊളിഞ്ഞു പോകൂല. അവിടെ ഇടിമിന്നലില്ല, അവിടെ തീക്ഷ്ണമായ ഉഷ്ണമില്ല, ശക്തമായ ശൈത്യമില്ല, അവിടെ പാറയില്ല, പോരില്ല, അവിടെ വാദപ്രതിവാദമില്ല, ഖണ്ഡനമില്ല, അവിടെ ലിബറലിസമില്ല, യുക്തിവാദികളില്ല, അവിടെ ഔലിയാക്കളെ കരിവാരി തേക്കുന്ന മുഖത്തുദീങ്ങളില്ല. പൊന്നുമോനെ, പരസ്പരം എതിർപ്പില്ല, വൈര്യമില്ല, വിദ്വേഷമില്ല, ശത്രുതയില്ല, പാറയില്ല, പോരില്ല, ഏഷണയില്ല, ഭീഷണിയില്ല. ആ കൊട്ടാരത്തിൽ നിന്ന് നീ മരിച്ചു പോകേണ്ടതില്ല. فَمَنْ لِدَارٍ غَدَى وِلْوَانُ خَازِنُهَا وَالْجَارُ أَحْمَدُ وَرَحْمَانُ بَنِيهَا. ആ കൊട്ടാരത്തിന്റെ പാറാവുകാരൻ ആരെന്നറിയുമോ? അത് മഹാനായ മലക്ക് റിൽവാൻ അലൈഹിസ്സലാമാണ്. ആ കൊട്ടാരവും പട്ടണവും നിനക്ക് കിട്ടിയാൽ അവിടുത്തെ അയൽവാസി പാതിരാവിൽ കുപ്പി കുടിച്ചിട്ടുകൊണ്ട് നമ്മെ ആക്രമിക്കുന്ന മാരണക്കാരനല്ലോ, നമ്മുടെ ചെറിയ ചെറിയ ന്യൂനതകൾ പ്രകാശിപ്പിച്ച് പൊങ്കാലയിടുന്ന എതിരാളിയല്ല. ആ കൊട്ടാരത്തിൽ തൊട്ടുഭാഗത്ത് അയൽവാസിയായി കിട്ടുന്നത് മുഹമ്മദുൻ വിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ഫിർദൗസ് എന്ന സ്വർഗം സ്വന്തമാക്കിയാൽ അവിടെ അയൽവാസി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണമില്ലാത്ത, പീഡനമില്ലാത്ത, മർദ്ദനമില്ലാത്ത, യാതനയില്ലാത്ത, യാചനയില്ലാത്ത, രോദനമില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത, നോമ്പ് നോൽക്കേണ്ടതില്ല, നിസ്കരിക്കാൻ പള്ളിയിൽ പോകണമെന്നില്ല, മദ്രസയിലുള്ള പഠനമില്ല, പരസ്പരമായ എതിർപ്പുകളില്ല, എല്ലാവരുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്നത് സലാം സലാം വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ.
في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء. അതിലുണ്ട് മുന്തിരി തോട്ടോ റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. ഹൃദമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ. മോനെ, ആപ്പിളിന്റെയും വാഴപ്പഴത്തിന്റെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന അടിവാരങ്ങളിലൂടെ കളകളാരവം മുഴക്കി അരുവികൾ ഒഴുകുന്ന തോട്ടമില്ലേ? അതിനുള്ള കനക കൊട്ടാരമില്ലേ? കൊട്ടാരത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകള് മാണിക്യത്തിൻ്റെതാണ്. സ്വർണത്തിന്റെ ഇഷ്ടികളാൽ നിർമ്മിതമായ കൊട്ടാരമാണ്, വെള്ളിയുടെ ഇഷ്ടികളാൽ നിർമ്മിതമായ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പൊന്നാണ്, ആ കൊട്ടാരത്തിന്റെ പരവതാനി പട്ടാണ്, ആ കൊട്ടാരത്തിന്റെ ചുമരുകൾക്ക് അതാ കുമായത്തിന് പകരം അടിച്ചിട്ടുള്ളത് കുങ്കുമമാണ്, കസ്തൂരിയാണ് വിതരണം ചെയ്തിട്ടുള്ള മൺപൊടികള്. ആ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളോ അത് രത്നമാണ്, മാണിക്യമാണ്. ഈ ഇരിക്കുന്നതും പറയുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും സംഗമവും സംഭാവനയൊക്കെ അതിനു വേണ്ടിയാണ്. അള്ളാഹു ആ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ എന്ന് മാത്രം നിങ്ങൾ മഗ്‌രിബിന് ശേഷം ഇരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ 6:30, 7:30, 8:00 വരെ 3 മണിക്കൂറായി. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ മാത്രം വേദിയല്ലാത്തതുകൊണ്ടും എന്നാൽ ഈ 1 മണിക്കൂറെങ്കിലും ഈ സമാപന പ്രസംഗം ഞാൻ നടത്തിയത് കുറേ ആളുകൾ ഇവിടെ ഇരിക്കുമ്പോഴും വരുമ്പോഴും വിളിച്ചിരുന്നു, പ്രസംഗം പെട്ടെന്ന് നിർത്തരുത്, പൊതുപരിപാടിയാണെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് ചുരുക്കരുത്, ഞങ്ങൾ വേല കേൾക്കാനായിട്ട് വന്നവരാണ് എന്ന് കുറച്ച് ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരെയും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ 1 മണിക്കൂർ നീട്ടിയത്. അല്ലെങ്കിൽ വേദിയിൽ എങ്ങനെ സംസാരിക്കണം എന്നൊരു ടൈം ടേബിൾ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പൊതുപരിപാടിയിൽ ഒരുപാട് ദീർഘമായിട്ട് സംസാരിക്കാത്ത ആളാണ്. എൻ്റെ മാത്രം വേദിയാണ്, എൻ്റെ മാത്രം പ്രസംഗമാണെങ്കിൽ 2 മണിക്കൂറിൽ ചുരുങ്ങിയത് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കും. പക്ഷേ ഇത് 1 മണിക്കൂറിലാക്കാൻ കാരണം ഇതൊരു ഫ്രൂട്ട് സലാഡാണ്. അറബികൾ, മലയാളികൾ, ഇനി ഇംഗ്ലീഷുകാരുണ്ടോയെന്ന് അറിയില്ല, അത് വേണം, നല്ലതാണ്, അൽഹംദുലില്ലാ, അങ്ങനെ വേണം. ഈ വേദി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിനെ ചെറുതാക്കിയല്ല, ഇത് വലിയ വേദിയാണ്. ഇവിടെ 1 മണിക്കൂർ മതി, അതൊരു അടയാളപ്പെടുത്തലാണ്. അള്ളാഹു ഈ സമാഗമം നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ കബൂലാക്കട്ടെ. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അറബികൾ പങ്കെടുത്തു, അമുസ്ലിമീങ്ങളുടെ സംഭാവന അൽഹംദുലില്ലാ. ഇന്നലെ വാലിൻ്റെ ശേഷം പിരിവ് നടത്തിയപ്പോൾ ആദ്യമായിട്ട് കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ഞാൻ പേര് വെച്ചു. ആദ്യം വരുന്ന ആളെ പേര് നമുക്ക് സമയമുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ ചോദിക്കും. അപ്പം എന്നോട് പറഞ്ഞു കൃഷ്ണനാണ് എന്ന് പറഞ്ഞു. ഇന്നലെ സംഭാവന വിരിച്ചപ്പോൾ ആദ്യം പൈസ കൈ തന്നത് 1000 റുപ്യ കൃഷ്ണന്. ഇവിടെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ഉറൂസിന് പങ്കെടുത്തപ്പോൾ അവിടെ 3.5 കിൻഡൽ ബീഫ് പറങ്കോടനാണ് എന്നത്. പറങ്കോടൻ 3.5 കിൻഡൽ ബീഫ് ഏറ്റെടുത്തു പറങ്കോടൻ. ഇതാണ് കേരളം. നിസ്കാരത്താമ്പും തലപ്പാവുള്ള ഉസ്താദുമാരെ കയ്യിൽ നെറ്റത്ത് കുറിയുള്ള കൃഷ്ണൻ പൈസ കൊടുക്കുന്ന നാടിൻ്റെ പേരാണ് കേരളം. ഇവിടെ വർഗീയതയിൽ നിന്ന് അള്ളാഹു എല്ലാ ഛിദ്രശക്തികളെയും ഒന്നുകിൽ നന്നാക്കുകയും അല്ലെങ്കിൽ അവരുടെ തീക്ഷണോപായ പെരുമാറ്റത്തിൽ നിന്ന് കേരള മണ്ണിനെ അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, മദീനയുടെയും ഇഷ്കിൻ്റെയൊക്കെ മദീൻ്റെയും പേരും ശബ്ദവും വിളിയാളമൊക്കെ കേൾക്കാൻ തൗഫീഖ് കിട്ടിയ നാടിനോട് ചോർന്ന് നിൽക്കുന്ന വലിയ ഒരുപാട് മുഹിബ്ബീങ്ങൾ ഈ സാസിലുണ്ട്. അള്ളാഹു തആല അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും നിങ്ങൾക്കും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം മദീനയുടെ ഒരു മണമുള്ള നാടുകളാണ് ഈ നാടുകൾ മുഴുവനും. അള്ളാഹു തആല നമുക്കും മദ്ഹ് പറയാനും മദീനയെ പരിചയപ്പെടുത്താനും അതിൻ്റെ ദഅവത്തിൽ ഉറച്ചു നിൽക്കാനും പതറാതെ ഏത് സമയത്ത് പറയാള് പറയണം. കുല്ലിയാൽ കാഫിറൂൻ പറയാള് പറഞ്ഞു. പിന്നെ നിലപാട് പറയണം, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. പിന്നെ മാനവികത പറയണം, ലക്കും ദീനുക്കും വലിയ ദീൻ. എന്നാൽ അള്ളാഹിൻ്റെ നസ്ർ ഉണ്ടാവും. അതിനുശേഷമാണ് ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് വന്നത്. അങ്ങനെ ഒരു അവതരണം ഇവിടെ ഞാൻ നടത്തിയിട്ടില്ല, അതിനുള്ളൊരു സാഹസമില്ലാത്തതുകൊണ്ട്. എൻ്റെ ഇഷ്ടപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ പറയില്ല. പക്ഷെ ഇവിടെ പബ്ലിക് അതിനെ യോജിക്കാത്തതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു ഗഹനമായ ഉൾവഴിയിലൂടെയുള്ള സഞ്ചാരം ഞാൻ അവസാനിപ്പിച്ചത്, കിശിരിയായ പോക്ക് പോയത്. കാരണം പബ്ലിക്കിനോട് പ്രസംഗിക്കേണ്ടത് അവരുടെ ഹാലനുസരിച്ചുകൊണ്ടാണ്. പക്ഷെ ഖുർആൻ ഇങ്ങനെ ഒന്ന് വായിച്ചാൽ ഈ ഖുർആൻ കയ്യിൽ നിന്ന് വെക്കില്ല.
അതാണ് 3 കാര്യമാണ് സൂറത്തുൽ കാഫിറിലുള്ളത്. എന്താണ്? കുടുംബമാണ് നോക്കാൻ പറ്റില്ല, പറയാനുള്ള പറയണം. കൊല്ലിയാൽ കാഫിർ നിലപാട് വ്യക്തമാക്കണം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലക്കും ദീനുക്കും വലി. 3 കാര്യം. അപ്പൊ അള്ളാഹ് 3 ചെയ്തു കൊടുത്തു. ഇദാ ജാ നസ്റുല്ലാഹ് 1, വൽ ഫതഹ് 2. ഇനി വേണ്ടത് എന്താ? ആൾക്കാരൊക്കെ ദീനിക്ക് വരിക. നിങ്ങൾ പേടിക്കണ്ട. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ്. കൂട്ടം കൂട്ടായിട്ട് വരും. ഓരോന്നല്ല, അഫ്വാജ്, ഫൗജം ഫൗജായിട്ട് വരുന്ന. അത് കഴിഞ്ഞാലോ ഡ്യൂട്ടി പൂർത്തിയായാലോ ഇനി ദിക്റിലേക്ക് നടക്കുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. പടച്ചോനെ, ഡ്യൂട്ടിന്റെ ഇടയിൽ വല്ലാതെ ദിക്റേറ്റിരിക്കരുത്. ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ ഡ്യൂട്ടി ഒഴിവാക്കാതെ ഒക്കെ ഒഴിവാക്കിയിട്ട് മുമ്പ് ആലന്നെ മണി മറിച്ച് ഇങ്ങനെ അതൊക്കെ അല്ല ഏറ്റെടുത്തോളേ. എടാ, പെണ്ണെറ്റിയ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം, അല്ലാതെ പള്ളിയിൽ പോയിട്ട് ഈത്തിക്കാഫ് ഇരിക്കലല്ല. ഈത്തിക്കാഫ് ഇരിക്കേണ്ട സമയത്ത് ഇരിക്കണം. പെണ്ണെട്ടിയിട്ട് പെണ്ണുങ്ങളും കുട്ടികളും തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് തക്കാളിയും പാത്രം എടുത്ത് അങ്ങനെ നടക്കുക. അതൊക്കെ അല്ല ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടിക്കിടയിൽ ഒരിക്കലും തന്നെ അത് മുറിയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. ഇവിടെ ഡ്യൂട്ടി പൂർത്തിയായി. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. ഇനി റസൂലുള്ളാഹിക്ക് ഒരു ആഗ്രഹമുള്ളൂ, ഒരുപാട് ആൾക്കാർ ദീനിക്ക് വരണം, കുറെ പുറത്തുള്ളത് കുറെ ആൾക്കാർ കണ്ടുവരണം. അല്ലാഹു പറഞ്ഞു പേടിക്കണ്ട. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അപ്പോൾ ഡ്യൂട്ടി പൂർത്തിയാലോ ദിക്ർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. തവ്വാബായ റബ്ബ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ ആകെയുള്ള ആശ്വാസം അതല്ലേ. അള്ളാഹു തവ്വാബാണെന്നുള്ള നമ്മൾക്ക് ഏറ്റവും വലിയ ആശ്വാസം. അള്ളാഹ് തവ്വാബാണെന്ന് പറയുമ്പോൾ ഫഅൽ വസന മുബാലഗത്താണ്. അപ്പൊ ധാരാളം തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം തൗബ ചെയ്യണം. അങ്ങനെ ധ്വനിയിലുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ധാരാളം, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചല്ല വേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ധാരാളമാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളെ അമലും ധാരാളമാക്കണം. അപ്പൊ ധാരാളം അതാരാ ഉദ്ഘാടനം ചെയ്തത്? ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞ ആള് ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ വഫീ റിവായത്തിൻ 70 മറ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറിന്റെയും തസ്ബീഹിന്റെയും ഹംദിന്റെയും കാളാവണം. അങ്ങനെ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ അസ്റായിൽ നമ്മുടെ റൂഹിനെ അങ്ങനെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റണം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ സ്വർഗീയ രാഗം കേട്ട് ചിരിച്ച് ദിക്ർ ഉറക്ക ചൊല്ലി പ്രസന്ന ഭാവത്തോടെ സ്വർഗം കണ്ട് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ സഹായിച്ച, സഹകരിച്ച, അധ്വാനിച്ച, ഉറക്കൊഴിച്ച, വേർത്തൊലിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു 3 സ്വലാത്തല്ലിയിട്ട് 3 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ. നല്ല ദുആ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 2 ഐറ്റം ദുആ ഇല്ലേ? നല്ല ദുആയും ചീത്ത ദുആ, അങ്ങനെ 2 ഐറ്റം ഇല്ല. ഒരു ദുആ ഞാൻ ദ്വാർക്കും അല്ല വേണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്ഥലം അങ്ങനെ ചില ആൾക്കാർ പറയും. പിന്നെ ഒരു നല്ലൊരു ദുആ മനസ്സിലായി. ഞാനാ അതൊരു ഫലിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മോശപ്പെട്ട അർത്ഥം ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്തെങ്കിലും കിട്ടിയാൽ ജനങ്ങളൊന്നും ഒപ്പം കൂട്ടാ, അതൊന്നാണ്ട് വലുതാക്കണ്ടേ, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ മൂപ്പര് നല്ലതുകൊണ്ട് മൂപ്പര് ഉദ്ദേശിക്കണ ഒരുപാട് സമയം കേട്ടോ. ഞാനും അർത്ഥത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളൊന്നും ഒപ്പം കിട്ടണ്ടേ. ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് ഒന്നും കൊണ്ട് വരുതിയാണ് മാത്രം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ആവട്ടെ, ഒരു ദുആ നടത്തുക ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തർസുഖനാ ബിഹാ റിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി യാ അല്ലാഹ്. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخاتمة
الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. അർഹമ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ രാജാവായ റഹ്മാനായ റഹീമായ ഖയ്യൂമായ ഫത്താഹായ വഹാബായ ഗഫാറായ അലീമായ ഹലീമായ സമീആയ ബസീറായ ഹകീമായ വദൂദായ ഖാലിഖായ റാസിഖായ റബ്ബുൽ ആലമീൻ. പാവങ്ങളാണ്, പാവികളാണ്, രോഗികളാണ്, ദോഷികളാണ്, ബലഹീനരാണ്, ആഖിർ സമാനിലാണ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. മനോഹരമായ ഈ മദ്രസ നിന്റെ ഇൽമ കുട്ടികൾക്ക് പകരാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്ന് നിനക്കറിയാം. അതിൽ ആരൊക്കെയോ സംഭാവന നൽകിയിട്ടുണ്ട്. അറബി പ്രമുഖരായ സഹോദരങ്ങൾ വരെ ഈ ഗ്രാമത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പണവും പൊന്നും നൽകിയിട്ടുണ്ട്. കൃത്യമായി വ്യക്തമായി എല്ലാവരെയും പേരും വിവരവും നിനക്കറിയാം. അവർക്കൊക്കെ പണം കൊടുത്തത് നീയാണ്, തരാനുള്ള മനസ്സ് കൊടുത്തത് നീയാ. ഇനി നീ അത് സ്വീകരിക്കണേ അല്ലാ. അതിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയ വാപ്പമ്മയ്ക്ക് വേണ്ടി ദ്വാർക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ് എന്റെ കാതിൽ പറഞ്ഞത്. അല്ലാഹുവേ, അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വിടം വാങ്ങി ആരുമില്ലാതെ ആറടി ബാഴിയിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഇതിന്റെ സവാബുകൾ എത്തിച്ച് അവരുടെ ഖബറുകളിൽ സ്വർഗമാക്കണയല്ലോ. ഭൂമിയുടെ മുകളിലായി ആയത്തും ഹദീസുമായി ഇൽമ പറയുമ്പോൾ അത് സംഘടിപ്പിക്കുമ്പോൾ അതിൽ സംഭാവന നൽകുമ്പോൾ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന ഞങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിയ വാപ്പയും ഉമ്മയെ നീ അദാബിലാക്കല്ല അല്ലോ. വല്ല അദാബും അവർക്ക് നീ കൊടുത്തുവെങ്കിൽ അത് നീ പിൻവലിക്കണയല്ലോ. അവരുടെ ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് പ്രവിശാലമാക്കണയല്ലോ. അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കണയല്ലോ. സൗഗന്ധിക കേന്ദ്രങ്ങളാക്കണയല്ലോ. പടച്ചവനെ, ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണയല്ല. ഇവിടുത്തെ ഭാരവാഹികള് അവരെ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കൈനീട്ടി അവരെ സ്വീകരിച്ച ഉമ്മമാര്, പെങ്ങന്മാര്, നാട്ടുകാർ, യുവാക്കൾ, പ്രായമുള്ളവർ, അതിൽ ഇതിനിടയിൽ മരിച്ച ഖബറിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഖബറിനെ സന്തോഷിപ്പിക്കണയല്ല. അവർ ചെയ്ത സുഹൃത്തുക്കൾക്ക് ഖബർ സൗഭാഗ്യത്തിന്റെ ആരാമമാക്കി കൊടുക്കണയല്ല. സ്വർഗീയ സുഗന്ധമാക്കി കൊടുക്കണയല്ല. പടച്ചവനെ, പാവങ്ങളാ ഞങ്ങൾ ഈ സദസ്സിൽ വന്നത്, പകർന്നത്, നുകർന്നത്, ഇരുന്നത്, കൊടുത്തത്, വാങ്ങിയത് എല്ലാം നീ പൊരുത്തപ്പെട്ട അഅ്മാലായി കബൂലാക്കണയല്ലോ. അല്ലാഹുവേ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സുജൂദ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിറുകൾ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഒരു ഭാഗത്ത് ഇബ്തിദാഇകളോ, മറ്റൊരു ഭാഗത്ത് നവീനവാദികളോ, സിയോണിസ്റ്റിന്റെ കഴുകന്മാര് മറ്റൊരു ഭാഗത്ത്. പടച്ചവനെ, ഈമാനിന് ഏറെ ഭീഷണിയുള്ള കാലമാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ പരിഹാസത്തിന്റെ സുനാമിയാണ്, യുദ്ധത്തിന്റെ കൊടുങ്കാറ്റാണ്. മുസ്ലിമീങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. മതം ഊരി പ്രഖ്യാപനം നടത്തൽ ഫാഷനായി കാണുന്ന കാലമാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മുർത്തത്തിനെയും ഞങ്ങളാക്കല്ലോ, ഞങ്ങളെ തലമുറയാക്കല്ലോ. ഈമാന് തെറ്റുന്ന ദുരന്തത്തിൽ നിന്ന് കാക്കണയല്ലോ. വാക്കുകളിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് കാക്കണയല്ലോ. ഞങ്ങളെ ചെയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് സലാമത്താക്കണയല്ലോ. നീ തന്ന അവയവങ്ങളെ കൊണ്ട് നിനക്ക് പൊരുത്തമില്ലാത്ത അസംഖ്യം തമ്മാടിത്തരങ്ങളുടെ ഹിമാലയങ്ങൾ കുന്നുകൂട്ടിയ പാവങ്ങളാ ഞങ്ങൾ, പാപികളാ ഞങ്ങൾ. ഗഫാറായ അല്ലാഹ്, തവ്വാബായ അല്ലാഹ്,
എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലോ. പൊറുക്കപ്പെട്ടവരായല്ലാതെ സദസ്സിൽ നിന്ന് നടക്കില്ല അല്ലോ. അതോടുകൂടി മാരകമായ സകല രോഗങ്ങളിൽ നിന്നും പാവങ്ങളായ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ. അറ്റാക്ക് തരല്ലോ അല്ല, ബ്ലോക്ക് തരല്ലോ അല്ല, സ്ട്രോക്ക് തരല്ലോ അല്ല, ക്യാൻസർ തരല്ലോ അല്ല, മാരണങ്ങളിൽ പെടുത്തില്ല അല്ലോ, മാരകരോഗം കൊണ്ട് തളർത്തില്ല അല്ലോ, അപകടത്തിൽ വീഴ്ത്തില്ല അല്ലോ, പെടുന്നിര മരിപ്പിക്കല്ല അല്ലോ, കടത്തിൽ കുടുക്കല്ല അല്ലോ, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ, നിപ പോലെയുള്ള മറാവ്യാധികളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലോ. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ലോ, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തില്ല അല്ലോ. പടച്ചവനെ, ഗ്രാമത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തണേ, വളർത്തണേ തമ്പുരാനെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും ഞങ്ങളുടെ സ്വദേശങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇൽമിന്റെ വെളിച്ചം നൽകണേ അല്ലോ, ദഅവത്തിന്റെ പ്രകാശം നൽകണേ അല്ലോ, മധുവിന്റെ നറുമണം നൽകണേ അല്ലോ, മഹബത്തിന്റെ അഭിരുചി നൽകണേ അല്ലോ, മാരിഫത്തിന്റെ ദാഹം നിർക്കണേ അല്ലോ. ഇലാഹി, ഞങ്ങളെ റൂഹിന് നീ മാരിഫത്തിന്റെ മധുരപ്പായസം നൽകണേ അല്ലോ. റബ്ബേ, ഞങ്ങൾ ആരെയും നീ ഖൈബീങ്ങളാക്കില്ല അല്ലോ. പടച്ചവനെ, നീ തന്ന ശേഷി, നീ തന്ന ശ്രീമസി, നീ തന്ന ഭാഷ, നീ തന്ന പണം, നീ തന്ന സ്വാധീനം, നീ തന്ന അംഗീകാരം, നീ തന്ന ആരോഗ്യം, നീ തന്ന ആയുസ്, നാളത്തെ അന്തസ്സിനെ മാറ്റിവെക്കാനുള്ള ഭാഗ്യവും ബോധവും നിയോഗവും നൽകണേ അല്ലോ. പടച്ചവനെ, പിശാചിന്റെ പാദസേവകരാക്കില്ല അല്ലോ. നിങ്ങളെ കൽബിൽ നിന്ന് സകല മാലിന്യങ്ങളും മുക്തമാക്കണേ അല്ലോ. മാലിന്യമുക്തമായ കൽബാക്കി തരണേ അല്ലോ. വൃത്തിയായ കൽബിൽ നിന്നോട് ഹബീബിനോടുള്ള അഭമ്യമായ ഭ്രമം നൽകണേ അല്ലോ, അഭിനിവേശം നൽകണേ അല്ലോ, റൂഹിയായ പ്രണയം നൽകണേ അല്ലോ. പടച്ചവനെ, ഹബീബിന്റെ മദീനയിൽ പലവട്ടം എത്തിക്കണേ അല്ലോ, ഹജ്ജിന് എത്തിക്കണയല്ലോ, സിയാറത്തിന് എത്തിക്കണയല്ലോ. പടച്ചവനെ, ഈ സദസ്സിൽ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് ആരൊക്കെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചവരാ ആണുങ്ങൾ പെണ്ണുങ്ങൾ, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണയല്ലോ, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണയല്ലോ, കടങ്ങൾ വീട്ടിക്കൊടുക്കണയല്ലോ, പ്രവാസികളുടെ പ്രയാസങ്ങൾക്ക് അറുതി നൽകണയല്ലോ, നിയമക്കുരുക്കുകളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തണയല്ലോ, ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് ശമ്പളം നൽകണമല്ലോ, ജോലിയില്ലാതെ അലഞ്ഞ് മറ്റുള്ളവരുടെ റൂമിൽ ഉറങ്ങിക്കഴിയുന്ന പ്രവാസികളുണ്ട്, ഖൈറായ ജോലികൾ കൊടുക്കണേ തമ്പുരാനെ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കഴിയാതെ പ്രയാസപ്പെട്ട് നെഞ്ചുകൊട്ടുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ നിരാശയോടെ കഴിയുന്ന ദമ്പതികളുണ്ട് അല്ലാ, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് തമ്പുരാനെ, അവർക്ക് ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാ. ഈ രാത്രിയിൽ കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജലയുടെ മേൽ ഞങ്ങളെ മുഴുവൻ ആളുകളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നീ ഹറാമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം വജൂബാക്കണേ അല്ലാ. നാരകീയ ജ്വലയിൽ നിന്ന് കാക്കണേ അല്ലാ. മുത്ത് ഹബീബിന്റെ കൂടെ കൊട്ടാരം നൽകണേ അല്ലാ. അതിനുള്ള ആയുസാക്കി ശേഷമുള്ള ജീവിതം മാറ്റണേ അല്ലാ. അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് മുക്തമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദാവത്തിനും അതിനുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ. അതിന് തടസ്സമായ ക്ഷീണമോ രോഗമോ അനാരോഗ്യമോ നൽകല്ല അല്ലാ. ഈ സദസ്സിനെ വിജയിപ്പിക്കണേ, കബൂലാക്കണേ, സന്തോഷിപ്പിക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير
സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.